എൻ്റെ മോൾക്കും ആ വലിയ സ്കൂളിൽ പഠിക്കണ്ടേ? അതിന് നീ മത്സരിച്ച് പഠിക്കണം. എന്നിട്ട് വേണം അച്ഛൻ ആ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയി അഡ്മിഷൻ ചോദിക്കാൻ. കേട്ടോ? ഞാൻ ചെസ് കളി നന്നായി പഠിച്ചോളാം. നീ അതിന് സുബ്രു ഇല്ലേ? നീ നല്ല ഒന്നാം തരമായിട്ട് അങ്ങ് പഠിച്ചാൽ മതി. ആ ദേ നിന്റെ കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ടല്ലോ. ഇവരുടെ കൂടെ പൊക്കോ കേട്ടോ. ഇവളെയും കൂടെ കൂട്ടിക്കോ. പറഞ്ഞതല്ലേ ആ സ്കൂളിൽ പോണ്ടാന്ന്. ഒരു രസമില്ലല്ലോ. ഇനിയിപ്പോ എന്താ കാട്ടുക? അതൊക്കെ സിമ്പിൾ അല്ലേ. എങ്ങനെ? ചേട്ടനെ ആ സ്കൂളുകാര് ചെസ്സിൽ ജയിച്ചിട്ടല്ലേ എടുത്തത്? അതെ. അപ്പോ ചേട്ടൻ ചെസ്സിൽ തോറ്റ അവര് തന്നെ ചേട്ടനെ പറഞ്ഞു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഓ ഒടുക്കത്തെ ഐഡിയ. ആരാ പറഞ്ഞേ? എടി, ആദ്യമായിട്ട് എനിക്ക് കിട്ടിയൊരു അവസരാ. അത് നമ്മളായിട്ട് വെറുതെ കളയേണ്ട ആവശ്യമില്ല. അയ്യോ മറന്നുപോയി. 100 രൂപയ്ക്ക് എന്നെ എടുത്തോ. 1 2 ശരി കേട്ടോ. വാ. ആ ചെസ് കളിച്ച് ജയിച്ച ചെക്കനല്ലേ അത്? അതെ അതെ. അവനെന്നിങ്ങോട്ട് വിളിച്ചേ. സുബ്രോ, സുബ്രു, അബു, എന്താ പറ്റിയേ? പറ. വാടാ. വാടാ. പറഞ്ഞു ഞാൻ മടുത്തു. കുറ്റം മുഴുവൻ ടീച്ചർമാർക്കും. സുബ്രു സർ. സിറ്റിംഗ് അലോൺ. നിനക്ക് അവരുടെ കൂടെ പോയി കളിച്ചൂടെ? അവരെന്നെ കൂട്ടിയില്ല. ചെസ് കളിക്കുമ്പോൾ നീ ഇത്രയും നെർവസ് ആവാറില്ല. കാരണം നീ അത്രയും കോൺഫിഡൻ്റ് ആണ്. പുതിയൊരു ക്ലാസ് റൂമിൽ ഒരു പറ്റം കുട്ടികളുടെ ഇടയിൽ നിൽക്കാമെന്ന് വിചാരിക്കണ്ട. പകരം ചെസ് ബോർഡിന് മുന്നിൽ ചെസ് കളിക്കാമെന്ന് വിചാരിക്കും. You should realize one thing. You are the best chess player among the 1,000 students in this school. Not number 2, number 1. Thank you, sir. Be positive. LADE play. Solution. നീ ഇവളെയും കൂടെ അവിടെ പഠിപ്പിക്കാനുള്ള പരിപാടിയാ? ഇംഗ്ലീഷ് ഭാഷ. പൊട്ടൻഷ്യൽ. COTENTIAL. കമ്മിറ്റ്മെന്റ്. COMMITME.
റഷ്യൻ. RUSSIAN സ്ട്രക്ചർ. STRUCTURE. ഇനി നീ ചോദിക്കേ. ടീച്ചർ ഇതെന്താ ശക്ത മാർക്കറ്റിലുണ്ടാവില്ല ഇത്രയും വെച്ചാ ഒച്ച വെച്ചതല്ലേ ടീച്ചറെ? പിന്നെന്താ നാമം ജപിച്ചതാ? ടീച്ചറെ ഈ അമ്പിളിയില്ലേ ഏത് ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാലും അതിന്റെ സ്പെല്ലിംഗ് പറയും. ആര്? അമ്പിളിയോ? ബെസ്റ്റ്. ഒന്നിങ്ങോട്ട് വാ. പാസ്. എന്താ സ്പെല്ലിങ്? PASS. അതിന്റെ അർത്ഥം എന്താ? ജയിക്കുക. ജയിക്കുക അല്ലേ? ഇതെത്രയാ മാർക്ക്? പറയൂ. 58. ജയിച്ചാ? കഷ്ടമാണല്ലോടി നിന്റെ കാര്യം. റാപ്പിഡ് ചെസ് ടൂർണമെന്റിന് നീയല്ലേ പോകുന്നത്? ഇപ്പോ നീയാണല്ലോ ഇവിടുത്തെ ഗ്രാൻഡ് മാസ്റ്റർ. എന്തായാലും ജയിക്കില്ലേ നീ അവിടെ? നിന്റെ വീട്ടിലേക്ക് വരണമെന്ന് ഡാഡി ജോണി അങ്കിളിനോട് പറയണ കേട്ടു. എന്തിനാന്നറിയാലോ? ഹലോ സുബ്രഹ്മണ്യൻ, എന്താ നിന്റെ ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞത്? കളി പഠിപ്പിച്ചു തരാന്നാണോ? ബാ പോവാ. ചേട്ടാ അതാരാ വരുന്നത്? എന്താ നിങ്ങൾ ഈ ഭാഗത്തോടെ അതിന് ഞങ്ങൾ ചേട്ടന്റെ ഭാഗത്തേക്ക് വന്നിട്ടില്ലല്ലോ. ചേട്ടാ ഇത് പിടിക്ക്. ആ ആ ഈ. ആ ഓ ഡോക്ടർ, എഞ്ചിനീയർ, IAS, IPS, കേണൽ, ഇതൊക്കെ ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ പേരുകൾക്കൊപ്പം കാണുന്ന ലെറ്റേഴ്സാണ്. ഇവനിപ്പോൾ പുതിയ ലെറ്റേഴ്സൊക്കെ കണ്ടുപിടിക്കേണ്ടി വരുമല്ലോ. സി മിസ്റ്റർ വനജൻ, ഈ സുബ്രഹ്മണ്യൻ ഇത്രയും കാലം താങ്കളുടെ മകൻ മാത്രമായിരുന്നു. ബട്ട് നൗ ഹീ ഈസ് എ സ്റ്റുഡൻറ് ഓഫ് ഇംപീരിയൽ ഇന്റർനാഷണൽ സ്കൂൾ. ഈ കടല എന്നൊക്കെ വിളിച്ചിട്ട് സ്ട്രീറ്റ് വഴി നടക്കുന്നതേ ഇവിടെ പഠിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡൻസിന്റെ പാരന്റ്സ് കണ്ട വി ആർ ആൻസറബിൾ ടു ദം. ഇതിപ്പോ ഞങ്ങളുടെ ഈ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡിഗ്നിറ്റിയെയും റെപ്യൂട്ടേഷനെയും ബാധിക്കും. മാത്രമല്ല ചൈൽഡ് ലേബർ, ദാറ്റ്സ് അഗൈൻസ്റ്റ് ദ ലോ ആൻഡ് ഇറ്റ്സ് പണിഷബിൾ ടു. ഒരൊറ്റ കംപ്ലൈൻറ്റ് മതി, നിങ്ങളൊക്കെ അകത്താവും. സാറ് പറഞ്ഞൊക്കെ മനസ്സിലായി. പക്ഷെ എന്നെ സഹായിക്കാൻ ഇവനും മോളും മാത്രമേ ഉള്ളൂ. ലുക്ക് മിസ്റ്റർ, ദർ ആർ ടു ഓപ്ഷൻസ് ബിഫോർ യു. ഒന്നുകിൽ ഈ കുട്ടിയെ നിങ്ങൾ കച്ചവടത്തിന് കൊണ്ടുപോകാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് TC വാങ്ങിച്ചിട്ട് പോവാം. ഓക്കെ, വൺ മോർ തിങ്. നിങ്ങളുടെ ആ ഉന്തുവണ്ടിയില്ലേ, അതുമായിട്ട് ദയവേദി സ്കൂളിന്റെ ഗേറ്റിന് മുന്നിൽ വന്ന് നിൽക്കരുത്. അത് സുബ്രഹ്മണ്യത്തിന് മറ്റു കുട്ടികൾ മുമ്പിൽ നാണക്കേടുണ്ടാക്കും. എനിവേ, യു ക്യാൻ ഗോ നൗ.